ഒരുപാട് ഞെട്ടലോടെ നമ്മളെല്ലാം ഇന്നലൊരു വാർത്ത കേൾക്കാനിടയായി. ഒരു പെൺകുട്ടിയെ 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരു കരാട്ടെ അധ്യാപകൻ നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇന്നലെ ആ കുഞ്ഞിൻ്റെ മൃതദേഹം പുഴയിൽ വെച്ച് കണ്ടെത്തി. ഭയങ്കരമായ ഷോക്കിംഗ് ആയിരുന്നു. കാരണം കരാട്ടെ അല്ലെങ്കിൽ കളരിപ്പയറ്റ്, തൈക്വോണ്ടോ, മുവായ് തായ്, ബോക്സിംഗ് പോലുള്ള മാർഷൽ ആർട്സൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഇത് ഒരുപാട് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടാവാം. ഈ ക്രൂരനായ ഈ മനുഷ്യൻ, ഈ കരാട്ടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറഞ്ഞത്, ഞാനൊരു പരമഗുരുവാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ എവിടെ വേണമെങ്കിലും സ്പർശിക്കാമെന്നായിരുന്നു. ഏത് പാർട്ട് വേണമെങ്കിലും എനിക്ക് സ്പർശിക്കാം, നിങ്ങളുടെ ചെസ്റ്റിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ടതും, അതായത് കരാട്ടെ അല്ലെങ്കിൽ മറ്റു മാർഷൽ ആർട്സ്, ഇനി സംഗീതം, ഡാൻസ്, ഇനി ട്യൂഷൻ ക്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ശരിയായ രീതിയിലല്ലാണ്ട്, നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലല്ലാണ്ട് ഒരാൾ നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബാഡ് ടച്ച്. അതൊരു ബാഡ് ടച്ചാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യണം. കുട്ടികൾ തന്നെ റിയാക്ട് ചെയ്യണം. ഇനി കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തായിരുന്നു ബാഡ് ടച്ച് എന്താണ്, അതേപോലെ ഗുഡ് ടച്ച് എന്താണെന്നൊക്കെ. നമ്മളുടെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ഏത് രീതിയിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ആ സ്ഥലത്ത് എന്നെ തൊടാൻ പാടില്ല എന്ന് റിയാക്ട് ചെയ്യണം. അങ്ങനെ റിയാക്ട് ചെയ്യലും അതേ കൂട്ടത്തിൽ തന്നെ കുട്ടികൾ പാരൻസിനോട് പോയിട്ട് ഇത് ഇൻഫോം ചെയ്യണം. പിന്നെ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ മനസ്സും ശരീരവും എനിക്ക് അർപ്പിക്കണമെന്നാണ്. നമ്മളൊരു വിദ്യ പഠിക്കുന്ന സമയത്ത് വിദ്യക്ക് വേണ്ടിയിട്ടാണ്, ആ പഠിക്കുന്ന സംഭവത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ മനസ്സും ശരീരവും ഒക്കെ അർപ്പിക്കേണ്ടത്. അല്ലാണ്ട് ആ വിദ്യ പഠിപ്പിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടല്ല. ഒരു കാരണവശാലും ആർക്കും നമ്മൾ സമർപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ റിയാക്ട് ചെയ്യണം, പാരൻസിനോട് പോയി പറയണം. ഇനി പാരൻസിനോട് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒരു കരാട്ടെ ക്ലാസ് ആയിക്കോട്ടെ, ഇനി മറ്റെന്തെങ്കിലും ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. കാരണം ക്ലാസ്സിൽ ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളായിരിക്കാം ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ പോയിരുന്ന് ക്ലാസ് കാണണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഏത് കരാട്ടെ ക്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും പാരൻസിന് കാണാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത്തരം കുറച്ച് 1-2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള സാധ്യതകൾ വരാൻ ഇത്തരം ഇൻസിഡൻസ് സൂചനയാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് പാരൻസ് ഒബ്സർവേഷൻ ചെയ്യണം. എന്നിട്ട് മാത്രം നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി. കുട്ടികൾ പറയുന്നത് നിരന്തരമായിട്ട് അവരെ പീഡിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം കുട്ടികൾ നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ, മാസ്റ്റർ ഇങ്ങനെ ഒരു സംഭവം നമ്മളോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം. അതൊരിക്കലും തള്ളിക്കളയരുത്. നിങ്ങളിനി മാഷല്ലേ, അങ്ങനൊന്നും, ഒരു മാഷാണെങ്കിൽ, എന്ത് പഠിപ്പിക്കുന്ന മാഷാണെങ്കിലും അങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ല. ഇത് തള്ളിക്കളയാണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ സീരിയസ് ആയി മനസ്സിലാക്കിക്കൊണ്ട് നേരെ ആ ആളുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിർബന്ധമായിട്ടും ഒരു പ്രൈവസി ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ അയക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി കരാട്ടയോ മറ്റു മാർഷൽ ആർട്സൊക്കെ പഠിപ്പിക്കുന്നതാണെങ്കിൽ പോലും കൈയൊക്കെ ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴോട്ടാക്കാമെന്നൊക്കെ അല്ലാണ്ട് നമ്മളുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ തൊടേണ്ടതായിട്ടുള്ള ഒരാവശ്യം തന്നെ വരുന്നില്ല. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലാത്തൊരു ടച്ച് ആണെങ്കിൽ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യണം. നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ചുണ്ടിൽ, അതേപോലെ ബ്രസ്റ്റിൻ്റെ സൈഡിൽ, അതേപോലെ കാലുകൾക്കിടയിലുള്ള ഭാഗത്ത്, ബാക്കിൽ ഇങ്ങനെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതേ സമയത്ത് തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പഠിക്കണം. കുട്ടികൾ ഇത്തരം റിയാക്ഷൻ ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ഷൻ, നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയാൻ പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ പാരൻസ് നമ്മൾ കുട്ടികൾ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരറിവ് നേടുന്ന സമയത്ത് ഇത്തരം ഇൻസിഡൻസിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനേക്കാളും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം വേറെ ഇല്ല ഒരു പാരൻസിന്. അപ്പോൾ എന്തായാലും നമ്മൾ അയക്കുന്ന സ്ഥലം വൃത്തിയായിട്ടുള്ള സ്ഥലമാണോ, നല്ല ആളുകളുള്ള സ്ഥലമാണോ, അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പൂർണ്ണമായിട്ടും പരിശോധിച്ചതിന് ശേഷം മാത്രം ഇത്തരം എന്ത് ക്ലാസ്സിലേക്കും നിങ്ങൾ അയക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് സങ്കടം തോന്നിയ ഒരു വാർത്തയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇല്ലാതിരിക്കട്ടെ. ഇത്തരം ആളുകളെ കഠിനമായി തന്നെ ശിക്ഷിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെ കയ്യിലൊക്കെ കിട്ടുകയാണെങ്കിൽ അടിച്ചു പരത്താനുള്ള ദേഷ്യമുണ്ട്. എന്നാൽ പോലും എല്ലാവർക്കും ഇതേ ഫീലിംഗ് തന്നെ ആയിരിക്കാം. ഒരിക്കലും ഇങ്ങനെ സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ.